തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനേ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് യേശു ക്രിസ്തു വീണ്ടും വരും. യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ വലിയ പ്രതാപത്തോടു കൂടെ തൻ്റെ പ്രിയരെ തന്നോട് ചേർക്കാൻ ഈ ലോകത്തിലേക്ക് വീണ്ടും വരും. ഇത് അതിശക്തമായ ഒരു ദൈവവചന പ്രബോധനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷയുടെ ഈ വലിയ രഹസ്യത്തെ ഗ്രഹിക്കാൻ ഈ നിമിഷങ്ങളിൽ നമുക്ക് യേശുക്രിസ്തുവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന സമൂഹത്തിൻ്റെ മേൽ യേശുക്രിസ്തുവിൻ്റെ വിടുതലിൻ്റെ ആത്മാവുണ്ട്. യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, കണ്ണുനീര്, ദുരിത പീഡകൾ, ഇതിനെല്ലാം സഹിക്കാനുള്ള ശക്തി യേശുക്രിസ്തു തന്നെ പ്രദാനം ചെയ്യും. എല്ലാ ദൈവമക്കളും ഏതാനും നിമിഷങ്ങൾ ഇപ്പോൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തളർന്നിരിക്കുന്ന ഹൃദയങ്ങൾ, ആത്മീയമായി മന്ദിച്ചു പോയവർ ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ. വാടി തളർന്നിരിക്കുന്ന അങ്ങയുടെ അവകാശത്തിൻ്റെ മേൽ പുതുമഴ പെയ്യിക്കണമേ, പുതുമഴ പെയ്യിക്കണമേ. ഇപ്പോൾ അവർ പൊട്ടിക്കിളർക്കട്ടെ, അവർ തഴച്ചു വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. വരണ്ട ഭൂമിയിൽ പെരുവെള്ളം പോലെ, പുതുമഴ പോലെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇപ്പോൾ പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ വരവിൽ ആവേശം കൊള്ളട്ടെ, അഭിമാനം കൊള്ളട്ടെ, സന്തോഷിക്കട്ടെ, ഹൃദയം ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ കനവോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ കനവോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. ഹൃദയങ്ങൾ ഉണരട്ടെ, പ്രാണന്റെ പ്രിയനാം മണവാളൻ യേശുവിന് വേണ്ടി ഉണരട്ടെ. പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. ഹൃദയങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ കനവോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ദുഃഖവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ രാജാവ് എഴുന്നള്ളാറായി, യേശുവിൻ ജനമേ ഒരുങ്ങുക. വിശ്വാസത്തിന്റെ ശക്തി, ദുഃഖവും ക്ഷാമവും ഭൂകമ്പങ്ങളും ദുർബലരെ ശക്തിപ്പെടുത്തുന്ന ആത്മാവ് വ്യാപരിക്കട്ടെ. ഇസ്രായേലിൻ രാജാവ് എഴുന്നള്ളാറായി, യേശുവിൻ ജനമേ ഉണരുക. അത്ഭുത അഭിഷേകം, സാരമില്ല, അത്ഭുത അഭിഷേകം. കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ കനവോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല.
എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ ഈ സമൂഹത്തിന്റെ മേൽ, ഓരോ മകന്റെ മേൽ, ഓരോ മകളുടെ മേൽ ഇപ്പോൾ അത്ഭുതകരമായ അഭിഷേകം പടരുന്നു. സ്വർഗത്തിന്റെ അഭിഷേകം, യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കാനുള്ള അഭിഷേകം, യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഉണരാനുള്ള അഭിഷേകം. മന്ദതയിലിരിക്കുന്നവരെ, ആത്മീയ മരവിപ്പിൽ കിടക്കുന്നവരെ ഇത് കർത്താവ് അഭിഷേകം നൽകി ഉണർത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ഹൃദയങ്ങൾ ഉണരട്ടെ, ജീവിതങ്ങൾ ഉണരട്ടെ, സഭ ഉണരട്ടെ, കൂട്ടായ്മകൾ ഉണരട്ടെ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണരട്ടെ, ഇടവകൾ ഉണരട്ടെ, യുവജനം ഉണരട്ടെ, യുവജനം ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, അത്ഭുതകരമായ അഭിഷേകത്താൽ ജ്വലിക്കട്ടെ, വംശങ്ങൾ ഉണരട്ടെ. യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഹൃദയങ്ങൾ ഉണർത്തി ദൈവജനം കാത്തിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിലെ അതിപ്രധാനമായ ഒരു പ്രമേയമാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ അത് ഏറ്റുചൊല്ലി അനുദിനം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാം അധ്യായം 9 തൊട്ട് 11 വരെ വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങൾ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അപ്പോസ്തലന്മാർക്കും നിരവധി ശിഷ്യന്മാർക്കും പല തവണ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യാൻ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരോട് കൂടെ ഒലിവ് മലയിലേക്ക് പോയി. ഒലിവ് മലയിലായിരിക്കുമ്പോൾ യേശു ക്രിസ്തു അവരോട്, നിങ്ങൾ എനിക്ക് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സാക്ഷികളായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം യേശു ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത് അപ്പോസ്തലന്മാർ നോക്കി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രധാരികളായ 2 പേർ ഇറങ്ങി വന്നു. അവരാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ഈ ലോകത്തിൽ ആദ്യമായി പ്രഘോഷിച്ച ദാസന്മാർ. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം ഈ ലോകത്തിൽ പ്രഘോഷിച്ച 2 അത്യുന്നത ദാസന്മാരാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ 2 ദൈവദൂതന്മാർ. അവർ പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ എന്താണ് സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളിൽ നിന്നും യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ അവൻ വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ വീണ്ടും വരും. യേശു ക്രിസ്തു ഒലിവ് മലയിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. യേശു ക്രിസ്തു രണ്ടാമതും വരും. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഈ ഭൂമിയെ വിധിക്കാൻ, ജനസഞ്ചയത്തെ വിധിക്കാൻ, ജനതകളെയും വംശങ്ങളെയും ഗോത്രങ്ങളെയും വിധിക്കാൻ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ മഹിമ പ്രതാപവനായി വീണ്ടും വരും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു രണ്ടാമതും വരും എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ രഹസ്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനോടനുബന്ധിച്ച് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് അതികഠിനമായ അഗ്നി പരീക്ഷണങ്ങൾ ഉണ്ടാവും. യേശുവിനോട് ചേരാൻ തക്കവണ്ണം യേശുവിൻ്റെ പ്രിയരെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കാൻ ആവശ്യമായ ക്ലേശങ്ങളും പീഡകളും യേശുവിൻ്റെ രണ്ടാം വരവ് അടുക്കും തോറും യേശുവിൻ്റെ പ്രിയർക്ക്, യേശുവിൻ്റെ സഭയ്ക്ക് യേശു ക്രിസ്തു കരുണയോടെ അനുവദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇതിനെക്കുറിച്ച് നമുക്ക് വെളിപാട് ലഭിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലാണ്. ദാനിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 11-ാം അധ്യായത്തിൽ 33 മുതലുള്ള വാക്യങ്ങൾ. കുറേ കാലത്തേക്ക് അവർ വാളും തീയും അടിമത്തവും കവർച്ചയും കൊണ്ട് വീഴുമെങ്കിലും ജനത്തിൻ്റെ ഇടയിലെ ജ്ഞാനികൾ അനേകർക്ക് അറിവ് പകരും. വീഴുമ്പോൾ അവർക്ക് സഹായം ലഭിക്കാതിരിക്കുകയില്ല. ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച് യേശുവിനോട് ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ യേശുവിനോട് ചേരാൻ തക്കവണ്ണം വിശുദ്ധി ഉണ്ടാകാൻ അഗ്നിയിലൂടെ എന്നവണ്ണം യേശു ക്രിസ്തു തൻ്റെ പ്രിയനെ ശുദ്ധീകരിച്ചെടുക്കും.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വരവ് അടുക്കും തോറും യേശുവിൻ്റെ പ്രിയപ്പെട്ടവർ, യേശുവിന് തിരഞ്ഞെടുപ്പുള്ളവർ, യേശുവിനോട് ചേരാനുള്ളവർക്ക് അതികഠിനമായ ഞെരുക്കവും ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. കാരണം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനും വെണ്മയുറ്റവരാക്കാനും വേണ്ടിയത്രേ ഇത് കർത്താവ് അനുവദിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം 35-ാം വാക്യം. ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കാനും വേണ്ടിയായിരിക്കും അത്. അന്തിമ ദിനം വരാനിരിക്കുന്നതേയുള്ളൂ. ദാനിയേൽ 11:35. പ്രൈസ് ദ ലോർഡ്. ദാനിയേൽ 12:10. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. അവർ ഗ്രഹിക്കുകയില്ല, ജ്ഞാനികൾ ഗ്രഹിക്കും. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് അടുക്കുമ്പോൾ 2 പ്രതിഭാസങ്ങളുണ്ടാവും. ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നവർക്ക് കൂടുതൽ വെളിപ്പെട്ട് കിട്ടും. 2, യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ചവർക്ക് ഒന്നും മനസ്സിലാകാത്ത വിധം എല്ലാം മറയ്ക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഒരേ സമയത്ത് 2 പ്രതിഭാസങ്ങൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കും. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അടുക്കുന്നതിൻ്റെ അടയാളമാണ് ദുഷ്ടർ കൂടുതൽ ദുഷ്ടത പ്രവർത്തിക്കും, ജ്ഞാനികൾ കൂടുതൽ വിശുദ്ധരാക്കപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കൂടുതൽ വിശുദ്ധരാക്കപ്പെടുന്നവർക്ക് കൂടുതൽ അഗ്നി പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു ദൈവ പൈതൽ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആ കുടുംബത്തിലെ അപ്പൻ രോഗിയാണ്, അമ്മ രോഗിയാണ്, ഒരു മോൾ മാത്രമേ കുടുംബത്തിലുള്ളൂ. ആ മോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്, എൻ്റെ ജോലി സ്ഥലത്ത് ഞായറാഴ്ച പണിയെടുക്കാൻ എന്നെ നിർബന്ധിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് ഞായറാഴ്ച സാബത്താണ്, എനിക്ക് ദേവാലയത്തിൽ പോകണം, എനിക്ക് ബലിയർപ്പിക്കണം. എന്നാൽ പല നാളുകളായി ഞായറാഴ്ച വേല ചെയ്യാൻ എന്നെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഞായറാഴ്ച വേല ചെയ്യാതെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് ഇന്ന് വീട്ടിലിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഠിനമായ ക്ലേശം, അങ്ങനെ വീട്ടിൽ മാസങ്ങൾ ഇരുന്നപ്പോൾ മാനസിക സംഘർഷങ്ങൾ, കുടുംബത്തിലെ ദാരിദ്ര്യം, കുടുംബത്തിലെ ഞെരുക്കം, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, പഴിവാക്കുകൾ, ഇതെല്ലാം കേട്ട് മനസ്സ് തളർന്നപ്പോൾ ആ കുട്ടി നിരാശപ്പെട്ട് ഒരു ദിവസം സംസാരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന് രണ്ടാം വരവിനോട് അടുക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് ചേരാനുള്ളവർ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടും. ഹല്ലേലൂയ. ഒരു കുഞ്ഞ്, പഠിക്കാൻ പോയൊരു കുഞ്ഞ്, ഇവിടുന്ന് അട്ടപ്പാടിയിൽ നിന്ന് ബാംഗ്ലൂർ ദേശത്തേക്ക് പഠിക്കാൻ പോയൊരു കുഞ്ഞ് ഒരു ദിവസം വേദനയോടെ വന്ന് പറഞ്ഞ ഒരു വേദന നിറഞ്ഞ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ആ കുട്ടി പറയുകയാണ്, അച്ഛാ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവിടുന്ന് വെളിച്ചെണ്ണ വെച്ച് തലമുടി നന്നായി നീണ്ടു കിടക്കുന്ന അങ്ങനെ ഇവിടുത്തെ നാടൻ ഗ്രാമീണ ഡ്രസ്സൊക്കെ ധരിച്ച് ഞാൻ ചെന്നപ്പോൾ അവരുടെ ഹോസ്റ്റലിൽ മറ്റുള്ള കുട്ടികൾ ഇവളെ ഒരുപാട് വേദനിപ്പിച്ച് ഇവളുടെ മുടി എലിവാല് പോലെ ഇത്ര നീട്ടത്തിൽ മുറിച്ച് ഇവളുടെ ഈ ഗ്രാമീണ എണ്ണ വെക്കുന്ന രീതിയൊക്കെ മാറ്റി ഓരോ തരം ഷാമ്പൂ എല്ലാം തേച്ച് ചെമ്പിപ്പിച്ച് അങ്ങനെ ഈ സാധാരണ ഡ്രസ്സ് മാറ്റി ഒരു ചാൺ വലുപ്പമുള്ള ഡ്രസ്സ് ഇടിപ്പിച്ച് അങ്ങനെ ഇവളെ ഒരുപാട് ഇങ്ങനെ ദൈവവചന വിപരീതമായി നടക്കാൻ നിർബന്ധിച്ച് അങ്ങനെ പഠിപ്പ് നിർത്തി ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഒരുങ്ങിയ ആ കുട്ടിയുടെ വേദനിപ്പിക്കുന്ന കഥ ആ കുട്ടി എന്നോട് പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കുഞ്ഞായാലും ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഒരു യുവാവാണെങ്കിലും ഒരു കുടുംബനാഥനാണെങ്കിലും ഒരു ജോലിക്കാരനാണെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും നിങ്ങളുടെ ജീവിതാന്തസ്സിനനുസരിച്ച വിധത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരവ് അടുക്കും തോറും അഗ്നി പരീക്ഷണങ്ങൾ കൂടും. വിശുദ്ധർ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടും, ദുഷ്ടർ കൂടുതൽ ദുഷ്ടത പ്രവർത്തിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. എല്ലാവരും പീഡിപ്പിക്കപ്പെടും. നീ ഒരു കുഞ്ഞാണോ, വിദ്യാർത്ഥിയാണോ, വൈദികനാണോ, സിസ്റ്ററാണോ, ഉദ്യോഗസ്ഥനാണോ, രാഷ്ട്രീയക്കാരനാണോ, ഇതൊന്നും പ്രശ്നമല്ല. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ദൈവജനത്തെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 22-ാം വാക്യം, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെന്നും അവൻ ഉത്ബോധിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്.
ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവിൻ്റെ വരവെടുക്കും തോറും ഞാൻ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടണം. ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, വിശുദ്ധൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ വിളി വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. വെളിപാട് 2:10 മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം നിനക്ക് ലഭിക്കും. ഹെബ്രായ 10:38 എൻ്റെ നീതിമാൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവിന് പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, ഉറച്ചു നിന്ന് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളും തുറന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. അഭിഷേക ശക്തി നിറയട്ടെ, കൃപയുടെ ശക്തി നിറയട്ടെ. യേശു ക്രിസ്തു 2ാം വരവിന് വേണ്ടിയുള്ള പ്രത്യാശ കൊണ്ട് ഹൃദയം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളെയും കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ, ഈ നിമിഷങ്ങളിൽ വ്യക്തികളിലേക്ക് വ്യാപരിക്കണമേ, ദുർബലരെ ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ മാറാനാത്ത. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവരെ ശക്തിപ്പെടുത്തുന്ന കർത്താവ്, മന്ദിച്ചുപോയ ഹൃദയങ്ങളിൽ അഗ്നിയെ പകർന്നു കൊടുക്കുന്നവനായ യേശു ക്രിസ്തു ഈ നിമിഷങ്ങളിൽ എല്ലാ ഹൃദയങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഈ ലോക ജീവിതത്തിൽ പാപപേക്ഷിച്ച് വിശുദ്ധമായി ജീവിക്കാൻ പരിശ്രമിച്ച് പാളിച്ചകളും പരാജയങ്ങളും സംഭവിച്ച് പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും ഇപ്പോൾ ഉണർവിൻ്റെ കൊടുങ്കാറ്റ് വീശട്ടെ. അന്ത്യകാലത്ത് സർവ്വജനത്തെയും ഉയർത്തുന്നവനായ പരിശുദ്ധാത്മാവ് സകല ഹൃദയങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഓരോ ഹൃദയങ്ങളും ഉണർത്തട്ടെ. യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം ഉപേക്ഷിച്ച് ലോകമോഹങ്ങൾ കഠിനമായി തീർന്നതിനാൽ യേശു ക്രിസ്തുവിനെയും വിശുദ്ധ ജീവിതത്തെയും സഭാ ജീവിതത്തെയും പ്രാർത്ഥനാ ജീവിതത്തെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ വിട്ട് ലോകസുഖങ്ങൾ, സുഖലോലുപത, ദ്രവ്യാസക്തി, ജഡിക പാപങ്ങൾ, ജഡിക സുഖങ്ങൾ ഇതിലേക്ക് പിന്തിരിയുന്ന ഓരോ ആത്മാവിനെ ഉണർത്തുന്ന ശക്തി പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ കത്തിപ്പടരട്ടെ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. കാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സകല ജനത്തെയും ഉണർത്തുന്ന ആത്മാവേ, യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുന്ന പരിശുദ്ധാത്മാവേ, യേശു ക്രിസ്തുവിന് വേണ്ടി പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും എല്ലാ സ്ഥാപനങ്ങളിലേക്കും വ്യാപരിക്കണമേ, വ്യാപരിക്കണമേ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കഠിനമായ പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ച് ആത്മീയമായി തളർന്നിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും പരിശുദ്ധാത്മാവെ തട്ടി ഉണർത്തണമേ. കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ ബലഹീനരുടെ ഹൃദയങ്ങളിലേക്ക് വീശണമേ. ബലഹീനരെ, ദുർബലരെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവെ കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ വരണമേ. പേടിച്ചരണ്ട, ഭയപ്പെട്ടിരുന്ന, വീരത്വത്തിന് പിടിയിലമർത്തുന്ന അപ്പോസ്തലന്മാരെ ഉണർത്തിയ പരിശുദ്ധാത്മാവെ, അപ്പോസ്തലന്മാരെ വീരന്മാരാക്കിയ പരിശുദ്ധാത്മാവെ, വീര്യപ്രവർത്തികൾ ചെയ്യാൻ തക്കവിധം ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവെ, കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ ഇപ്പോൾ പകർന്നിരിക്കുന്ന, പകർച്ചവ്യാധിച്ചിരിക്കുന്ന, ആത്മീയമായി പകർച്ചയിലിരിക്കുന്ന, ആത്മീയമായി ദുർബലപ്പെട്ടിരിക്കുന്ന, അടിപതറുന്ന ഓരോ മകന്റെയും ഓരോ മകളുടെ മേലും പരിശുദ്ധാത്മാവെ ഇപ്പോൾ കത്തി പടരണമേ. കൊടുങ്കാറ്റടിക്കുമ്പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും. കൊടുങ്കാറ്റടിക്കുമ്പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും. അഗ്നിജ്വാല പടരുമ്പോലെ ഭാഷകളാൽ സ്തുതിക്കും. അഗ്നിജ്വാല പടരുമ്പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ. അഭിഷേകം,
അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളിൽ ദുർബലപ്പെട്ടിരിക്കുന്ന മക്കളുടെ എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയത്തിലിരിക്കുന്ന മക്കളുടെ ഭയങ്ങൾ മാറട്ടെ. അഗ്നി പരീക്ഷണങ്ങൾ നേരിടുന്നവർക്ക് ഇപ്പോൾ സഹനശക്തി കൊണ്ട് നിറയട്ടെ, സഹനശക്തി കൊണ്ട് നിറയട്ടെ. അഗ്നി പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിതങ്ങളെ സഹനശക്തി കൊണ്ട് നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണങ്ങൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ബന്ധ തകർച്ചകൾ, ആത്മീയ തകർച്ചകൾ, ഇങ്ങനെ നിരവധി മേഖലകളിൽ തകർന്നിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഓ ദൈവത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവേ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. എല്ലാ ദൈവമക്കളും കരങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് ഉയർത്തി ഉറക്കം നിലവിളിക്കുക, ഉറക്കം നിലവിളിക്കുക. ഇതാ യേശു ക്രിസ്തുവിൽ ശക്തി വ്യാപരിക്കുന്നു. തളർന്നവരെ ശക്തിപ്പെടുത്തുന്ന ആത്മാവ്, ദുർബലരെ ബലപ്പെടുത്തുന്ന ആത്മാവ്, അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ആത്മാവ്, ദുർബലരെ ശക്തിയിൽ രക്ഷയുടെ പാറയിലേക്ക് ഉയർത്തി നിർത്തുന്ന ആത്മാവ് ഇതാ ഇപ്പോൾ വ്യാപരിക്കുന്നു. ഉറക്കെ വിളിക്കുക. മകനെ, മകളെ, നീ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് യേശു ക്രിസ്തുവിനെ കൈകൾ ഉയർത്തി ഉറക്കെ വിളിക്കുക. ഭീരുത്വം വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുർബലത വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതകൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികതകൾ ഓടി ഒളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ പീഡിപ്പിക്കുന്ന, ദൈവമക്കളെ പിന്മാറ്റത്തിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന എല്ലാ പിന്മാറ്റത്തിൻ്റെ അരൂപികളെയും പിന്മാറ്റ ശക്തികളെയും ലോകമോഹങ്ങളെയും പാപദുരാത്മാക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവമകനെ, ദൈവമകളെ ഉപദ്രവിക്കുന്ന ദുഷ്ടാത്മാവെ, യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, ദൈവമക്കളെ വിട്ടുമാറിപ്പോവുക. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി തങ്ങളെ തന്നെ വെടിപ്പാക്കാൻ തടസ്സമുണ്ടാക്കി തടക്കദോഷത്തിലും ദുശീലത്തിലും പാപത്തിലും ബന്ധിച്ചിട്ടിരിക്കുന്ന അശുദ്ധാത്മാവെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ശരീരങ്ങളെയും വിട്ടുമാറിപ്പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം, അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം.